ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോൻ്റെ ബാക്കിയാണിത്. ഹോസ്റ്റലിലോട്ട് ആവശ്യമായ സാധനങ്ങൾ, അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയക്കാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് ജൂണിലായിരുന്നു ക്ലാസ് തുടങ്ങിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തേ, ഞാൻ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങി. അപ്പം ഞാൻ എന്തോ ഭാഗ്യത്തിനാണ് ഇതിൻ്റെ ലിസ്റ്റ് എഴുതിയെടുത്തു. എന്തിനാണെന്ന് എനിക്കറിയില്ല, എന്തോ ലിസ്റ്റ് എഴുതിയെടുക്കാൻ തോന്നിയത് വളരെ നന്നായി എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പം നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണമെന്നൊക്കെ. അപ്പോൾ ആവശ്യമില്ലാത്തൊന്നും വേണ്ട, ആവശ്യമുള്ളത് മാത്രം ഞാൻ പറഞ്ഞുതരാം. ആരെയും വൈകിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ടാബ് ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടാണ് പോയത്. എൻ്റെ ടാബ് ഇതെൻ്റെ ടാബാണ്. കുറച്ച് കവറൊക്കെ കീറിയിട്ടുണ്ട്. ഈ ടാബ് ഒരു എത്രയായി 13,000 രൂപയാണ് ഈ ടാബിന് എനിക്കായത്. പക്ഷെ ഞാൻ പറയുന്നത് അവിടെ പോയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ല ഡിസിഷൻ. കാരണം അവർ നമുക്ക് ചാർജറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ പൈസ ആവുള്ളൂ, ഇതിന് അത്രയൊന്നും ആവില്ല. എന്നോട് ഇവിടെ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ അവിടെ പൈസ കൂടുതലാണെന്ന് വിചാരിച്ച് ഇവിടുന്ന് വാങ്ങിയിട്ട് പോയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ 13,000 രൂപയ്ക്ക് വാങ്ങിയതും ചാർജറും കൂട്ടി 14, അവിടെ 14-ന് വലിയ ടാബ് കിട്ടും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ ലാഭം. നിങ്ങൾ അത് നോക്കി വാങ്ങുക, ഇവിടുന്ന് വാങ്ങണ്ട, അവിടെ പോയിട്ട് വാങ്ങിയാൽ മതി. പിന്നെ ചാർജർ, പിന്നെ ഒരു ഹെഡ്സെറ്റ് അല്ലെങ്കിൽ എയർപോഡ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അർജൻറ്റായിട്ട് വേണം. കാരണം ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് പഠിക്കേണ്ടതുകൊണ്ട് നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കണം സംസാരിക്കുന്നതും ക്ലാസ് കാണുന്നതൊക്കെ. അപ്പം നമ്മൾ എന്തായാലും ഹെഡ്സെറ്റോ അല്ലെങ്കിൽ എയർപോഡ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിക്കുക. പിന്നെ നൈറ്റ് ഡ്രസ്സ് നമുക്കിടാനുള്ള, അവിടെ യൂണിഫോം ഉണ്ട്, 6 ജോഡി യൂണിഫോമാണുള്ളത്. അപ്പോൾ നമ്മൾ പാൻറ്റ് ജീൻസ് ഇടാം, സ്കേർട്ട് ഇടാം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. അപ്പോൾ അതിനനുസരിച്ച് വാങ്ങിയിട്ട് പോവുക. പിന്നെ ഒരു ഫ്ലാസ്ക് വാങ്ങുന്ന അത്യാവശ്യമാണ്. കാരണം അവിടെ കുറച്ച് തണുപ്പായതുകൊണ്ട് നമുക്ക് പനിയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്ലാസ്ക് വാങ്ങുന്നത് വളരെ അത്യാവശ്യമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഗേൾസ് ആണെങ്കിൽ ഹോട്ട് ബാഗ്, മെഡിസിൻസ് അതൊക്കെ എടുക്കാം. മെഡിസിനൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. അവിടെ നിന്ന് വേണമെങ്കിൽ അവിടെ ഡോക്ടർ അവൈലബിൾ ആണ്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങാം. ഗേൾസ് ആണെങ്കിൽ ഹോട്ട് ബാഗും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ നമ്മൾ പെൻസിൽ, പെൻ, റബ്ബർ അങ്ങനത്തെ പഠിക്കുന്ന കാര്യങ്ങൾ, സിസേഴ്സ്, ഗം, പിന്നെന്താ മറ്റേ പേപ്പേഴ്സ് എഴുതാൻ A4 ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണം. അത് ഞാൻ പറയാം, അതിലോട്ട് ഞാൻ കിടക്കാം. A4 ഷീറ്റ് വാങ്ങണം. പിന്നെ നമ്മൾ കുളിക്കുന്ന സാധനങ്ങൾ, സോപ്പ്, തോർത്ത്. പിന്നെ ഞങ്ങളവിടെ ചെന്ന സമയത്ത് സാനിറ്റൈസറും മാസ്കും വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസൊന്നും ഇല്ലായിരുന്നു, പക്ഷെ വാങ്ങിയിട്ടായിരുന്നു പോയത്. പിന്നെ വേണമെങ്കിൽ സാനിറ്റൈസറും മാസ്കും വാങ്ങാം. പിന്നെ സോപ്പ്, തോർത്ത്, ചീപ്പ്, പിന്നെ സെപ്പറേറ്റ് സോപ്പ് പെട്ടി 2 വേണം. അതെന്താണെന്ന് വെച്ചാൽ അലക്കുന്ന സോപ്പും പിന്നെ കുളിക്കുന്ന സോപ്പും ഇടാൻ വേണ്ടി 2 സോപ്പ് പെട്ടി, 2 ബക്കറ്റ്, 1 കപ്പ്. പിന്നെ ബെഡ്ഷീറ്റ്, അത് നിങ്ങൾക്കറിയാമല്ലോ, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ബക്കറ്റ് ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് തന്നെ തരുക ചെയ്തേ, പൈസ കൊടുത്താൽ മതിയായിരുന്നു. ബെഡും ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് തന്നെ തരുക ചെയ്തേ, പൈസ കൊടുത്താൽ മതിയായിരുന്നു. നിങ്ങൾ ചെല്ലുന്ന ഹോസ്റ്റലിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ പെന്ന്, പെൻസില്, ബുക്കൊക്കെ ഒരു 6 നിങ്ങൾ അടുത്ത ലീവിന് വരുന്നതും വരെ യൂസ് ചെയ്യാനുള്ളത് നിങ്ങൾ എടുക്കുക. അവിടെ കൂടുതലായിട്ടും ബുക്ക് യൂസ് ചെയ്യുന്നതിന് പകരം A4 ഷീറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ പിന്ന് വേണം, അങ്ങനത്തെ. പിന്നെ ഒട്ടിക്കുന്ന മറ്റേ കളർ പേപ്പർ പോലത്തെ സംഭവം, അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ആ സാധനമൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നോട്ട് പാഡ് അങ്ങനത്തെ ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ വാങ്ങിക്കുക. ഹൈലൈറ്റേഴ്സ് മസ്റ്റാണ്. കാരണം ബുക്കിലൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചാണ് പഠിക്കുന്നത്. അപ്പം പിന്നെ അവിടെ വർക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ബുക്ക് ആവശ്യമുണ്ട്. അവിടെയാണ് ബുക്കിൻ്റെ ആവശ്യം, ബാക്കി എല്ലായിടത്തും പേപ്പേഴ്സാണ്. പക്ഷെ ഞാൻ ബുക്ക് കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ബുക്കിൽ തന്നെയായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് പേപ്പേഴ്സ് മിസ്സാവാൻ തുടങ്ങിയപ്പോൾ ബുക്കിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ പേപ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബുക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ബുക്കിൽ എഴുതുന്നവരും ഉണ്ട്. പിന്നെ പേപ്പർ പിൻ, മാസ്ക്, സ്റ്റാപ്ലെയർ, പിന്നെ അത് 2 വാങ്ങണം. പിന്നെ ബ്രഷ്, കോൾഗേറ്റ്, ലൈക്ക് ടങ് ക്ലീനർ, അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതൊക്കെ വാങ്ങണം. പിന്നെ ഞാൻ മെയിനായിട്ട് വാങ്ങുന്നത് പിന്നെ പൗച്ച്, ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, സ്റ്റാപ്ലെയർ, പെൻസിൽ, ഹൈലൈറ്റർ, പേപ്പർ പിൻ, ഫയൽ
വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ബിക്കോസ് ഫയല് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും ഈ പേപ്പേഴ്സ് പെൻഡിങ് വന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ല എക്സാം പേപ്പർ ഓരോ ആഴ്ച എക്സാം കഴിയുമ്പോഴും പേപ്പേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ അതും നമ്മൾ ഫയലിലാക്കി വെച്ചാൽ നമുക്ക് ഭാവിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 20 ഫയൽ വാങ്ങിച്ചിട്ടാണ് പോയത്. ഒരു 10 ഫയലൊക്കെ വാങ്ങിക്കാം, കുഴപ്പമില്ല. ഫയൽ മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്താ, പിന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണോ ആഗ്രഹം അത്. അവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഞാൻ കോൺവെൻറ്റ് ഹോസ്റ്റലിലായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഫുൾ കൈ വേണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഐ മീൻ മാന്യമായ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ളതാണ് ഞാൻ വാങ്ങിയിട്ട് പോയത്. ഞാൻ പേഴ്സണലി ഫുൾ കൈയൊക്കെ ഇട്ട് നടക്കുന്ന ആളായതുകൊണ്ട് അതായിരുന്നു കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ അത് തന്നെയായിരുന്നു വാങ്ങിച്ചത്. പിന്നെ യൂണിഫോം ആണ് മോസ്റ്റ്ലി അവിടെ. പിന്നെ ഓണത്തിനൊക്കെ വരുമ്പോൾ മാത്രം ഒരു ദിവസമൊക്കെ കളർ ഇട്ടാലേ. അപ്പോൾ നിങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ കളർ എടുക്കണം, അല്ലെങ്കിൽ കളർ ഡ്രസ്സ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ യൂഷ്വലി 2-3 ഡ്രസ്സൊക്കെ എടുത്താൽ മതി. കാരണം അവസാനമായപ്പോഴത്തേക്ക് എനിക്ക് 8 ബാഗാണ് വന്നത്. ഞാൻ അങ്ങോട്ട് പോയത് ആകെ 2 ബാഗിൽ, ഇങ്ങോട്ട് വന്നപ്പോൾ 8 ബാഗായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ അത് സൂക്ഷിച്ച് വേണം കൊണ്ടുപോകാൻ. അഥവാ നിങ്ങൾ ലീവിന് വരുമ്പം കുറേ തിരിച്ചിവിടെ വെച്ചോ, അതായിരിക്കും നല്ലത്. പിന്നെ ഗേൾസ് ആണെങ്കിൽ പാഡൊക്കെ അവിടെ വാങ്ങാൻ കിട്ടും. സ്റ്റോറുണ്ട്, അവിടെ സ്റ്റോർ തുറക്കും. പക്ഷെ അവിടുത്തെ പാഡല്ല, നമ്മൾ വേറെ പാഡാണ് യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ നിന്ന് വാങ്ങാൻ പറ്റില്ല. കൊറിയറൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലാണെങ്കിൽ പറ്റും, കൺട്രോൾഡ് ഹോസ്റ്റലിൽ കൊറിയർ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചു, ഒരു 3 മാസത്തേക്കുള്ള സ്റ്റോക്ക് ചെയ്ത് വെച്ചു. അപ്പോഴായിരിക്കും ഓണത്തിൻ്റെ ലീവ് വരിക, അവിടെ പോയി വാങ്ങാം. അത് കഴിഞ്ഞ് അടുത്ത 3 മാസം ക്രിസ്മസിൻ്റെ ലീവ്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ വേണ്ടൂ ആക്ച്വലി. അതിൽ ഞാൻ ഒന്നും കൂടെ ഷോർട്ടാക്കി പറയാം. ടാബ് അവിടെ ഉണ്ടാവും. എയർപോഡ്സ്, ഡ്രസ്സ്, നൈറ്റ് ഡ്രസ്സ്, പിന്നെ നമ്മുടെ പാൻറ്റീസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഫ്ലാസ്ക്, ഹോട്ട് ബാഗ്, പിന്നെ പെന്ന്, പെൻസില്, റബ്ബറ്, ഷാർപ്പ്നർ, ഹൈലൈറ്റർ, ഫയൽ, സാനിറ്റൈസർ, നോട്ട്ബുക്ക്, A4 ബണ്ടിൽ, സോപ്പ് കുളിക്കുന്നേ അലക്കുന്നേ, പിന്നെ 2 സോപ്പ് പെട്ടി. പിന്നെ ഈ തുണിയില്ലേ, തുണി ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിടൂലേ നമ്മൾ, ആ ക്ലിപ്പ് വാങ്ങുന്നത് നല്ലതായിരിക്കും. അതില്ലേലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങുന്നത് നല്ലതായിരിക്കും. പിന്നെ പേപ്പർ, പിന്നെ മാസ്ക് ഒന്നും നിർബന്ധമില്ല. സ്റ്റാപ്ലെയർ പിൻ, പിന്നെ അലക്കുന്ന സോപ്പ്, കുളിക്കുന്ന സോപ്പ്, ബ്രഷ്, കോൾഗേറ്റ്, ടങ് ക്ലീനർ. അത്രയൊക്കെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും റിസൾട്ട് കാത്തിരിക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു. ആൻഡ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ കോഴ്സിനൊക്കെ പോവുക. നിങ്ങൾ ആരെയും പറയുന്ന കേൾക്കണ്ട. ഞാനതിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. സോ നിങ്ങൾ ആരും പറയുന്ന കേൾക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോവുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി മാത്രം ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ. എൻ്റെ വീഡിയോ ഒരു പ്രാവശ്യം പറയാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.